അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 11ാം നാളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് രക്ഷാദൌത്യസേന പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശിരൂരിലെ കാലാവസ്ഥ പ്രതികൂലമാണ്. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഗംഗാവാലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ രാജേഷ് പറമ്പിൽ നൽകും. ഷിരൂരിൽ കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം തിരച്ചിൽ ഇന്നും ദുഷ്കരമായി തുടരാനാണ് സാധ്യത. അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് കരയിൽ നിന്ന് 50 മീറ്റർ മാറി അകലെ പുഴയിലാണെന്ന് ലൊക്കേറ്റ് ചെയ്തെങ്കിലും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇതുവരെ ട്രക്കിനരികിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഇവിടെ വലിയ തടസ്സം സൃഷ്ടിക്കുന്നത്. കനത്ത മഴ മുന്നറിയിപ്പിന്റെ ഓറഞ്ച് അലർട്ടാണ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ഷിരൂർ ഉൾപ്പെടുന്ന ഭാഗത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പലയിടത്തും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് പുഴയിലെ നീരൊഴുക്കും മാറ്റമില്ലാതെ തുടരുകയാണ്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് ട്രക്കിനരികിലേക്ക് എത്താൻ സാധിക്കൂ. അതിനുശേഷം ട്രക്കിന്റെ ക്യാബിൻ കണ്ടെത്തണം. ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. കണ്ടെത്തിയാൽ അർജുനെ പുറത്തെടുക്കുക എന്ന കാര്യത്തിന് പ്രഥമ പരിഗണന നൽകും. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണം മാത്രമാണ് പുഴയിൽ നടക്കുന്നത്. പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ പുഴയുടെ അടിയൊഴുക്കിന്റെ ഗതി കൂടി നിർണയിച്ച ശേഷം മാത്രമേ നടക്കൂ. അർജുൻ രക്ഷാദൌത്യം 11ാം ദിനത്തിലേക്ക് കടന്ന സമയത്തും അർജുന്റെ കുടുംബത്തിന് ഇതുവരെ ഒരു ആശ്വാസ വാർത്ത എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഏറ്റവും വേദന നിറഞ്ഞ കാര്യം നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ ദുരന്തം നടന്ന ഷിരൂരിൽ എത്തും. ഉച്ചയോടെ എത്തുന്ന മന്ത്രിമാരടങ്ങുന്ന സംഘം ദുരന്ത സ്ഥലത്ത് തുടരുന്ന അർജുന്റെ ബന്ധുക്കൾക്ക് മാനസിക പിന്തുണ നൽകും. ഏതായാലും 11ാം ദിവസത്തെ തെരച്ചിലിനൊടുവിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കും. കാലാവസ്ഥ അനുകൂലമായാൽ തെരച്ചിൽ കാര്യക്ഷമമായി നടത്താൻ കഴിയും എന്നു തന്നെയാണ് രക്ഷാദൌത്യ സംഘത്തിന്റെ പ്രതീക്ഷ. മേഘ.